Hello all, welcome once again to MJ and PJ Commerce classes. Thanks for motivating us and do keep watching our videos. Today we will discuss non-profit organization part 5. Already we have covered non-profit organizations, features and financial statements, treatment of various items. Today we will discuss some other items also which how to be treated in non-profit organization. Already we have covered 10 to 12 items, so some more are there in this, and then we'll go to the problem part. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓണറേറിയം, സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, പീരിയോഡിക്കൽസ് എക്സെട്ര, പർച്ചേസ് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്. എങ്ങനെയാണ് ഈ ഐറ്റംസ് ഒക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കുക, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us start. Honorarium. An honorarium is a voluntary payment that is given to a person for services for which fees are not legally or traditionally required. Non-profit organization always receives voluntary services from outside people. They may be some eminent personalities. പല രീതിയിലുള്ള സർവീസസ് വോളണ്ടറി ആയിട്ട് കിട്ടുന്ന സർവീസസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഓൾറെഡി ഉണ്ടാവും. ഇനി ആ സർവീസസിന് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ആക്ച്വലി പേയ്മെൻറ്റിനെയാണ് നമ്മൾ ഓണറേറിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് സ്കൂളിലൊക്കെ നമുക്കറിയാം, സ്കൂൾ ഈസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സ്കൂളിൽ നടക്കുന്ന പല പ്രോഗ്രാംസിന് നമ്മൾ പല രീതിയിലുള്ള പല ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പേഴ്സണാലിറ്റീസിനെ വിളിക്കാറുണ്ട്. സോ ഇൻ ദാറ്റ് കേസ് അവർക്ക് കൊടുക്കുന്ന എമൗണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനെ നമുക്ക് ഫീസ് എന്ന് പറയാൻ പറ്റില്ല. വി കൺസിഡർ ദാറ്റ് ആസ് എ ടോക്കൺ ഓഫ് അവർ ലവ്, റെസ്പെക്റ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദം. സോ ദാറ്റ് എമൗണ്ട് ഇസ് കോൾഡ് ആസ് ഓണറേറിയം. Okay. Similarly, in the case of a hospital, for example, which is also a non-profit organization, we used to take eminent doctors, advisors, expert advisors also, we call them, and they are coming for a voluntary, as a voluntary service to the people, to the mainly for the poor people of the in the hospitals. So all these services can be considered as their voluntary service, and the payment cannot be considered as a fees. It is a kind of token of love or gratitude by the people, okay, for their services. So that amount, since they are not employees of the organization, നമ്മൾ അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് ഒരു പേയ്മെൻ്റ് ആണ്. ആ പേയ്മെൻറ്റ് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഡെബിറ്റ് ചെയ്യും. നോർമലി ഇറ്റ് ഈസ് എ റവന്യൂ നേച്ചർ ഐറ്റം, അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് അതിനെ കാണിക്കുക. നെക്സ്റ്റ് ഈസ് സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, പീരിയോഡിക്കൽസ്. Now these are all some revenue nature items and hence shown on the credit side of income and expenditure account. എന്താണ് സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, പീരിയോഡിക്കൽസ് എന്നൊക്കെ പറഞ്ഞാൽ, നോർമലി ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയാലും പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയാലും ചില ഐറ്റംസ് വിച്ച് ആർ വെരി റെഗുലർ ഇൻ നേച്ചർ. ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരവരുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, പീരിയോഡിക്കൽസ് ഒക്കെ ദേ വിൽ സബ്സ്ക്രൈബ് ടു ദാറ്റ്, ഓൾ ദീസ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്. അതേപോലെ സ്പോർട്സ് മെറ്റീരിയൽസ് ഓൾസോ റിക്വയർഡ് ഫോർ എ സ്പോർട്സ് ക്ലബ് വിച്ച് ഇസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സ്പോർട്സ് മെറ്റീരിയലും അതേപോലെ ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസൊക്കെ they make a sale of these items after it has been used. അപ്പോൾ യൂസ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് മെറ്റീരിയൽ ആണെങ്കിലും ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ബണ്ടിലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ മാഗസിൻസ് അത് അവർ നാച്ചുറലി എന്താ ചെയ്യുക, they will sell it for a
maybe for a small money amount, but still it should be recorded in the organization's book of accounts. So they can be purchase as well as sale of these items. So purchase aanengil namukkariyam it is actually an expense, so it will be shown on the debit side. Now what about sale? Sale of these items normally will get a small amount or maybe some small amount. That amount will be considered as a income and will be shown on the credit side of income and expenditure account. So they can be purchase of these materials and they can be sale of these materials. Anyway, it is a regular item, recurring item and of revenue nature. So it will not be shown in balance sheet because it's not a capital item. I hope you understood about this sale of sports material, sale of old newspapers, magazines and periodicals. Next one, purchase of consumables. നെക്സ്റ്റ് ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കൺസ്യൂമബിൾസ് ആണ്. എന്താണ് കൺസ്യൂമബിൾസ്? വാട്ട് ഓൾ വി ആർ കൺസ്യൂമിങ് ഓർ വാട്ട് ഓൾ വി ആർ യൂസിങ് വിച്ച് ഗെറ്റ്സ് എക്സോസ്റ്റഡ്. എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാം കൺസ്യൂമബിൾ വിച്ച് ഇസ് എ റെഗുലർ ഐറ്റം ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന സ്റ്റേഷനറിയിലെ ഐറ്റംസ്, മെഡിസിൻസ് ആണെങ്കിൽ മെഡിസിൻസ്, ഫുഡ് സ്റ്റഫ്സ്, ഇതൊക്കെ നമുക്ക് കൺസ്യൂമബിൾ ഗുഡ്സ് എന്ന് പറയാം. ഇനി ഇത് മേടിക്കുമ്പോഴും പർച്ചേസ് ഓഫ് കൺസ്യൂമബിൾസ് എന്ന ഐറ്റം എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതും നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ട്രീറ്റ്മെൻറ്റിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുമുണ്ട്. There are some items of which opening and closing stock is given the question and also payment of such item is also given the receipt and payment account. ഇങ്ങനെ വരുമ്പോൾ ഈ ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ ആ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയറും ക്ലോസിംഗ് സ്റ്റോക്ക് അതിന് എൻഡ് ഓഫ് ദ ഇയറിലുള്ള സ്റ്റോക്കിനെ പറ്റിയിട്ടുള്ള എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പേയ്മെൻറ്റും അതേമാതിരി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടാവും ഇത്ര എമൗണ്ട് പേയ്മെൻറ്റ് നടത്തി. നമുക്ക് ഇത് വെച്ചിട്ടൊക്കെ ചിലപ്പോൾ എത്രയാണ് എമൗണ്ട് ഓഫ് കൺസ്യൂമബിൾസിന് കണ്ടുപിടിക്കേണ്ടി വരും. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, COMC, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം എന്നൊരു ഫോർമുലയുണ്ട്. നമ്മൾ ഓൾറെഡി നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, എത്ര മെറ്റീരിയൽ കൺസ്യൂം ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ബിഗിനിങ്ങിലുള്ള സ്റ്റോക്ക് എത്ര, ആ ഇയറിൻ്റെ ബിഗിനിങ്ങിൽ ഉള്ള സ്റ്റോക്ക് അഡീഷനായിട്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, എറ്റ് ദി എൻഡ് വി ഹാവ് ദ സ്റ്റോക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റ് ഓഫ് എത്രയാണ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തെന്നുള്ളത് അറിയാൻ പറ്റും. ഈ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാണ്ട് ഇതിൻ്റെ പ്രോബ്ലംസും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ചെയ്യാനുമുണ്ട്. സോ ഓൾമോസ്റ്റ് ഇത്രയും ഐറ്റംസാണ് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 to 12 ഐറ്റംസ്, അതിനേക്കാൾ കൂടുതൽ 15 ഐറ്റമോളം നമ്മൾ എത്ര നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പഠിച്ചു. I hope you all understood what I have taken till now. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇതുവരെയുള്ളത് തിയററ്റിക്കൽ പാർട്ട് മാത്രമാണ്. ഏതൊക്കെ ഐറ്റംസ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ അക്കൗണ്ട്സിൽ വരും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് directly we'll go to the problem part in the next video. Hope you understood what I am taking till now. If you have any doubt, do comment on it. Thanks for watching. Do like, share and subscribe to our channel. Thank you.